അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേറൊരു വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പിറ്റേ ദിവസം ആ വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറേ മാസങ്ങളായി, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഏതാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഇത്രയും വർഷം കൊണ്ട് എത്ര വരുമാനം കിട്ടി എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാട്ടോ ഈ വീഡിയോ. അപ്പോൾ ആ പൈസ എന്തിന് ചിലവാക്കി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം എന്തിന് ചിലവാക്കി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ വീഡിയോ അങ്ങനെ ഇടുന്നില്ലല്ലോ. പിന്നെ വളരെ വ്യൂസൊക്കെ കുറവാണല്ലോ എനിക്ക്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടി നമുക്ക് കൂടുതലായിട്ട് ആവശ്യം എന്ന് പറയുന്നത് വീഡിയോ കാണലാണ്. വീഡിയോ കണ്ടാലാണ് നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടുക. സബ്സ്ക്രൈബിലല്ല പൈസ, വീഡിയോ കണ്ടാലാണ് പൈസ. പിന്നെ സബ്സ്ക്രൈബിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അവരുടെ അടുത്ത് എത്തുമ്പോൾ അവർ നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കിയാൽ അപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടും. അതാണ് സബ്സ്ക്രൈബ് എന്നുള്ളത്. അപ്പം വ്യൂസാണ് യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ. അതായത് ആളുകൾ കാണുന്നതിനനുസരിച്ചാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ ഒക്കെ കിട്ടുക. അപ്പോൾ എനിക്ക് വളരെ വ്യൂസ് കുറവാണ്. ഒരു ദിവസം 10 റുപ്യ 20 റുപ്യ അങ്ങനെയൊക്കെയാണ്, അതും വീഡിയോ ഇടുന്ന സമയത്ത് ഏറെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയാലൊന്നും നമുക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമാവില്ല. അപ്പോൾ അത്രയും വർഷം കൊണ്ട് നമുക്ക് ഈ പൈസ എത്ര കിട്ടി എന്നുള്ളതൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് $100 ആയാലാണ് കിട്ടുക. $100 പറയുമ്പോൾ നമ്മളവിടുത്തെ ഒരു 8000 9000 അങ്ങനെ എന്തോ ആണുള്ളത്. അപ്പോൾ അത് $100 ഒരു മാസം തികഞ്ഞാലാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. എനിക്ക് ഒരു മാസം കൊണ്ട് $100 തികയിലില്ല. എനിക്കാകെ 2 തവണയായിട്ടാണ് തോന്നുന്നു യൂട്യൂബ് വരുമാനം വന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഓർമ്മിക്കാൻ മാത്രമല്ല വന്നിട്ടുമില്ല. അപ്പോൾ കുറേ മാസങ്ങൾ കൊണ്ടാണ് $100 ഒക്കെ തികയൽ. പക്ഷേ പലവർക്കും ചാനലുള്ളവർ പല ആളുകളും മാസം 100 200 300 ഒക്കെ ഡോളർ ഒപ്പിക്കുന്നവരുണ്ട്. അപ്പം നമുക്കതൊക്കെ കണ്ടിങ്ങനെ ആഗ്രഹിക്കാമെന്ന് മാത്രം. നമുക്ക് വലിയ വ്യൂസൊന്നുമില്ല, എന്നാലും ശരിയാവും ഇക്കാലം. എന്നാലും വേറൊന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ ചാനലിലുണ്ട്. അവർ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടിയിരുന്നെങ്കിൽ യൂട്യൂബ് വിജയിച്ചു പോകും. അപ്പോൾ ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് പിന്നെ വീഡിയോ കാണാതൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല, വീഡിയോ കണ്ടാലാണ് ഇത്. പക്ഷേ ഞാനത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ പലരുടെയും ഒരു ചിന്ത അല്പം എങ്ങനെയായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്, വീഡിയോ കണ്ടാലാണ് നമുക്ക് പൈസ. അതിൽ പരസ്യത്തിനൊക്കെ അനുസരിച്ചാണ് പൈസ. അപ്പോൾ ഏതായാലും കൂടെ നിൽക്കണം എല്ലാവർക്കും. ഇപ്പോൾ 63,000 ആളുകൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് നന്ദി. അപ്പോൾ ഇപ്പോൾ ഞാനിടുന്ന വീഡിയോ എന്ന് പറയണത് കൊടുത്തത് പറയുക അല്ലെങ്കിൽ ചെയ്തത് പറയുക അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ കാരണമാണ് എന്താ പറയുക, നമുക്ക് ചെറിയ തോതിലാണെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടാണ്. അപ്പം എനിക്ക് മാസം ഇല്ലയെന്നാണെങ്കിലും കുറേ മാസങ്ങൾ കൊണ്ടെങ്കിലും $100 ഒപ്പിക്കാൻ പറ്റുന്ന നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ ഇനി മാസം $100 ഒക്കും. വീഡിയോ ഒക്കെ കറക്റ്റ് ഇട്ടാൽ നിങ്ങളൊക്കെ കണ്ടാൽ ഒക്കും ഇൻഷാ അല്ലാ. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള എന്ത് കാര്യം നിങ്ങളോടല്ലേ ഞങ്ങൾ ആദ്യം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലത്തെ വരുമാനം എന്ത് ചെയ്തെന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളോട് ഒരു ഒളിച്ചുമാറി ഒന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കറക്റ്റ് സംഖ്യ പറയാൻ പാടില്ല, യൂട്യൂബ് ചാനൽ കട്ടായി പോകും എന്നൊക്കെ പറഞ്ഞേക്കണം. ഞാൻ ഈ ചാനൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ഇടങ്ങാറായിക്കണ്. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തരണം, അതൊന്നും നമുക്കറിയില്ല. മൊബൈൽ ഷോപ്പിൽ പോയി പലർക്കും ഇത് അറിയണില്ല. യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ പലർക്കും അറിയണുള്ളൂ, അതിന് ശേഷമുള്ളതൊന്നും പല ആളുകൾക്കും അറിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കിട്ടാനൊക്കെ ഭയങ്കര പണി എനിക്ക്. അപ്പോൾ ഈ ഒരു ചാനൽ അഥവാ പോയാലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ചാനൽ തുടങ്ങി വീണ്ടും 3 സബ്സ്ക്രൈബറൊക്കെ ആക്കി എടുക്കുമ്പോഴത്തേനൊക്കെ കുറേ ആൾക്കാർ കയ്യും കാലം എടുക്കേണ്ട അവസ്ഥയാണ്. കാരണം എനിക്കിതൊന്നും ചെയ്യാനില്ല, കുറേ പണിപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് തുറന്ന് പറയാനൊന്നും ഒരു മടി ഉണ്ടായിട്ടല്ല, ചാനലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ്. കാരണം ഇത് ഏതെങ്കിലും കാലത്ത് ഈ ചാനൽ ക്ലച്ച് പിടിക്കും, ഇതിലൂടെ കഴിച്ചിലാവും എന്നൊക്കെയുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അപ്പോൾ വിളിച്ച് കൊടുത്തത് പറയല്ല. ഇപ്പോൾ തന്നെ മോൻ്റെ സ്കൂളത്തെ കാര്യം ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് സർക്കാരാണ് കൂടുതൽ, സർക്കാർ സ്കൂളിൽ വിദ്യാഭ്യാസം ഉണ്ടാവും, ആദ്യം മലയാളം പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശമൊന്നുമല്ല മോൻ്റെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞത്. അതുമല്ല സർക്കാർ സ്കൂളിൽ ചേർത്താൻ മടിച്ചിട്ടല്ല, 1ാം ക്ലാസ് താഴത്താണ്. അതുകൊണ്ട് എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ സ്കൂളിൽ മോനപ്പം ചേർത്തിയ സ്കൂളിൽ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ റെയിൽവേ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വേറെ സ്കൂളിൽ ചിന്തിച്ചത്. അല്ലാതെ എനിക്ക് സർക്കാർ സ്കൂൾ ഇഷ്ടമായിട്ടല്ല.
പിന്നെ മോൻ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഓനെ കൂടുതൽ അവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. കാരണം നമ്മളൊക്കെ ചെന്നാലേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് ഒന്നുകൂടെ ശ്രദ്ധ നോക്കിയത്. അല്ലാതെ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടല്ല. ഞാനും സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. പല രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ആ വീഡിയോ. അതൊക്കെ അല്ലെങ്കിൽ വീഡിയോ വിടുമ്പോൾ അങ്ങനെ ഉണ്ടാവും, മനസ്സിനെ എന്താ പറയുക തളർത്താനൊക്കെ ഇഷ്ടമായ ആൾക്കാരുണ്ടാവും. അതിലൊന്നും തളരൂല. അങ്ങനത്തെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ തളരൂല കേട്ടോ. ഇതിലും വലുത് സൈജിത്താണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇടുന്ന കമൻ്റ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ യൂട്യൂബിലത്തെ പൈസ എന്ത് ചെയ്തെന്നുള്ള വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അധികം പൈസ ഒന്നും കിട്ടിയില്ല. ബാക്കി പൈസ ഒക്കെ ഞാൻ പാട്ടുപാടിയ പൈസ കൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ഒപ്പിച്ച് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടും പാട് ചേർന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. ഏഴാമൻ്റെ വീടാണ് ഇത്. ഇവിടെ ഇവർക്ക് പൈപ്പ് വെള്ളമാണ്. അപ്പോൾ ഇവർക്ക് തീരെ ഇവിടെ വെള്ളം കിട്ടുന്നില്ല. എപ്പോഴെങ്കിലൊക്കെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവർക്ക് വെള്ളം വരുമ്പോൾ പിടിച്ചു വയ്ക്കാൻ ഇവർക്ക് പാത്രങ്ങളില്ല. അതേമാതിരി വെള്ളം സ്പീഡിൽ വരുന്ന ഓസില്ല. അപ്പോൾ ഇവർക്ക് ഈ വെള്ളം വന്നാൽ തന്നെയും കുറച്ച് വെള്ളമാണ് കിട്ടുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വെള്ളമില്ല, ഗ്യാസില്ല, പിന്നെ ഒരു വിറകടുപ്പില്ല കത്തിക്കാൻ, അടുക്കളത്തുണ്ടില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളമാണ്. അതില്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ 2 പഠിക്കുന്ന മക്കളുണ്ട്. അവർ വരെ പലപ്പോഴും കക്കൂസ് പോകാണ്ടായിട്ട് പോലും പോകാൻ പറ്റാതെ, വെള്ളമില്ലാതെ, കുളിക്കാൻ പോലും വെള്ളമില്ലാതെ, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഒരു സ്കൂളിൽ പോകുന്നത്. വെള്ളമില്ലാത്തതുകൊണ്ട് വെച്ചുണ്ടാക്കി കൊടുക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. ഇതൊക്കെ അറിയുമ്പോൾ കേട്ടോ. ബാത്റൂമിലത്തെ വക്കേഷൻ ഒന്നും വെള്ളമില്ല. ഇതെന്താ പരിപാടി? നിങ്ങൾ ബാത്റൂം പോയതാ? എന്താ നിങ്ങളെ പേര്? നല്ല സുന്ദരനാണല്ലേ നിങ്ങൾ? കക്കനെ കാട്ടില്ല കേട്ടോ. അതാ കയറി പോണകത്തേക്ക്. ഇതേതോ അടുത്ത വീട്ടിലുള്ള പൂച്ചയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. ഒരു തവണ ഞങ്ങൾ വന്നപ്പം 8 ദിവസമായി വെള്ളം വന്നിട്ട്. തീരെ വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ല, വെച്ചുണ്ടാക്കാൻ പോലും വെള്ളമില്ല. പിന്നെ 3 ദിവസം കൊണ്ട് ചിലപ്പോൾ വെള്ളം വരുമല്ല. വെള്ളം വരുമ്പോൾ 2 പാത്രം വെള്ളം കിട്ടുമല്ല. പിന്നെ വെള്ളം കഴിയുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പം ഇവർക്കിവിടെ പാത്രങ്ങൾ കുറവാണ്. വെള്ളം പിടിച്ചു വെക്കാൻ പാത്രങ്ങൾ കുറവാണ്. അതേമാതിരി ഓസില്ലേ, ഓസ് ഇവർക്ക് കുഞ്ഞ് ഓസാണ്. കുറച്ച് വെള്ളം വരുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല കട്ടിയുള്ളൊരു ഓസ് കൊണ്ടുപോയി കൊടുത്താൽ കുറച്ച് കൂടുതൽ വെള്ളം വരുന്ന ഓസാകുമ്പോൾ പെട്ടെന്ന് അറിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് വാങ്ങിക്കൊടുത്താണ് ഈ പച്ച ഓസ്. അപ്പോൾ ഇത് അത്യാവശ്യം തടിയും വണ്ണമുള്ള ഓസാണ്. അപ്പോൾ ഇതിന്ന് അത്യാവശ്യം പൈപ്പിൽ വെള്ളം വരുമ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്, വേഗം അറിയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഇവർക്ക് ഇവിടെ പാത്രമില്ല നിറച്ച് വെക്കാൻ. ഇവർ ചെറിയ ചെമ്പിലും കുടുക്കയിലും ഒക്കെ നിറച്ചിങ്ങനെ വെക്കായിരുന്നു. അപ്പോൾ അടുക്കള മൊത്തം ഇങ്ങനെ കുഞ്ഞു പാത്രത്തിൽ വെള്ളമായിരുന്നു. ഒരു ചെറിയൊരു ടാങ്കി ഉണ്ടായിരുന്നു, ചെറിയ ടാങ്കി, 500 പോലും ഇല്ലാത്തൊരു ചെറിയ ടാങ്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്ക് 2 ടാങ്കിയും പാടെ ഇടപ്പോൾ വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് കാട്ടി, 2 ടാങ്കി വാങ്ങാൻ തീരുമാനമാക്കി. കാരണം ഈ ഓസിൽ അത്യാവശ്യം വെള്ളം വന്നാൽ സ്പീഡുണ്ട്. അപ്പോൾ അങ്ങനെ നിറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം വെള്ളം ഇല്ലെങ്കിൽ ഇവർക്ക് വെള്ളമായല്ലോ. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ 2 ടാങ്കി വാങ്ങി. അപ്പോൾ ടാങ്കി കൊണ്ടുവരണതാണ് ഈ വണ്ടിയിൽ. അപ്പോൾ അവിടുന്ന് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഗുഡ്സിലാണ് കൊടുന്ന് നിൽക്കുന്നത്. അങ്ങനെ ടാങ്കി വാങ്ങി. ടാങ്കിൻ്റെ അടിയിലൊരു ഓട്ടുണ്ടല്ലോ, അത് മൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടാങ്കി അല്ല, സെക്കൻഡ് ടാങ്കിയാണ്. ഈ വലിയ ലിറ്ററിൻ്റെ ടാങ്കി വാങ്ങുമ്പോൾ ചെറിയ ലിറ്ററിൻ്റെ ടാങ്കി മാറ്റി വെക്കുമല്ലോ. ഈ കാണുന്നത് എളാമ്മൻ്റെ വീട്ടുണ്ടായിരുന്ന ടാങ്കി കേട്ടോ. വേറെ 2 ടാങ്കിയാണ് ഞാൻ വാങ്ങി. ഒന്ന് ഇത് എവിടെയുണ്ട്, ഒന്ന് അപ്പുറത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ അവർ വലിയ ടാങ്കി വാങ്ങുമ്പോൾ ചെറുത് ഒരു മാറ്റി വെക്കും. അപ്പോൾ അത് ഞാൻ ചെറിയ പൈസക്ക് വാങ്ങിക്കൊടുത്തതാണ്. പുതിയതിന് ഞാൻ വില ചോദിച്ചപ്പോൾ നല്ല വില ഉണ്ട്. അപ്പോൾ ഇവർക്ക് നമുക്ക് 2 ടാങ്കി ഒന്നും വാങ്ങാൻ കഴിയില്ല. അപ്പോൾ 2 or 3 ടാങ്കി വാങ്ങിക്കൊടുക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ടാങ്കി നോക്കി നടന്നിരുന്നത്. അങ്ങനെ 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ, അത് വാങ്ങി. അങ്ങനെ ഈ ടാങ്കി വാങ്ങി നോക്കുമ്പോൾ ടാങ്കി ഒരുമിച്ച് വെക്കാനുള്ളൊരു ഗ്യാപ്പില്ല. കാരണം നിലം നിരപ്പല്ല, അതുകൊണ്ട് തന്നെ അടി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് പുറത്തുള്ള പൈപ്പല്ലാതെ വേറെ പൈപ്പില്ലല്ലോ. അപ്പോൾ ഈ 3 ടാങ്കിക്കും പൈപ്പ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് ഹൈറ്റിൽ വെക്കാൻ ഒരു സംവിധാനമില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ പോയിട്ട്
ഈ 3 ടാങ്ക് വെക്കാനുള്ളൊരു ഇതുണ്ടാക്കിയത്. എന്താ ഇപ്പം അതിന് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം. ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡാണ് ഇത്. രാത്രിയാണ് എന്തോ നീളത്തിലാണ്. ഇതാ ഇതിനാണ് ഈ സ്റ്റാൻഡ് ഇതുണ്ടാക്കിയത്. ഇരുമ്പോണ്ട് ഉണ്ടാക്കിയത് ഇതിനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി അവിടെ ഒരു ടാങ്കി ഉണ്ട്. ഈ 2 ടാങ്കി വെച്ചിരിക്കണം. ഈ ടാങ്കി വെച്ച സ്റ്റാൻഡ് ഒന്ന് പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ ആയില്ല വാങ്ങിക്കൊടുത്തിട്ട്. ഇപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞിനി പെയിൻ്റ് അടിക്കണം എന്നൊക്കെ. അവരടിച്ചിട്ടില്ല. അതിനുള്ള സാമ്പത്തികവും ഇല്ല കേട്ടോ. ഒരു കഥയാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറയണത്. നമ്മളെ കൊണ്ട് പറ്റാവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ സാമ്പത്തികം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. എങ്കിലും അൽഹംദുലില്ലാ അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ടാങ്കിക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന ആൾ വന്ന് മൂപ്പരെ വീട്ടിലൊക്കെ പോയി തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നതാ. അങ്ങനെയാണ് മൂപ്പരെ കിട്ടിയത്. ഏതായാലും മൂപ്പര് വന്നു, പണി തുടങ്ങിയിട്ടുണ്ട്. ഈ ടാങ്കി ഒന്ന് കഴുകാണ്ട് അറച്ചും ചളി വയ്ക്കും. ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കൂടെ? ഇതിവിടെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കാം. നീക്കാൻ വെക്കുകയാണല്ലോ അവിടെ മുട്ടി നോട്ടെ. ഇത് മതിയല്ലോ. അത് വെള്ളം എടുക്കാൻ ബക്കറ്റോടെ വെച്ചാൽ ടേപ്പറായിട്ടാ വരാം വെള്ളം. പ്രശ്നമില്ലല്ലോ. അൽഹംദുലില്ലാ 3 ടാങ്കിക്കും പൈപ്പായി. ഇനി ഓളം എടുക്കണമെങ്കിലൊക്കെ ഈ പൈപ്പ് തുറന്നാൽ മതി. അവർക്ക് വെള്ളം ടാങ്കിൽ നിറച്ചും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അവർക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഇവരുടെ അവസ്ഥ ഇതാണ്. തിരുമ്പാനിങ്ങനെ അട്ടിക്കാവും, പാത്രങ്ങൾ കഴുകാനാവും. അങ്ങനെയൊക്കെയാണ് വെള്ളമില്ലാഞ്ഞ അവസ്ഥ. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇനിയെങ്കിലും അതിനൊരു കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നൊരു പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം അല്ലെന്നെയാ? ഉദ്ഘാടനം വേറെ ആൾ കഴിച്ചിനി. നമുക്ക് ഞാൻ 2 ടാങ്കിത്തെ ഉദ്ഘാടനം കഴിക്കാം. നല്ല ചിക്കൻണ്ടാ? ഓളം എടുക്കാനൊക്കെ സുഖാവൂലേ അഞ്ഞ് ഇല്ലെന്നെയാ? ഇനി പൂട്ടിയാളി മതി തന്നെ. പൂട്ടിയാളി എല്ലാത്തിനും പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തപ്പോൾ മനസ്സിനൊരു ആശ്വാസം. കാരണം വെള്ളം ഇല്ല ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. വെള്ളം ഇല്ലാത്തവർക്കാണ് അതിനെക്കുറിച്ചുള്ള ശരിക്കും അതിൻ്റെ ആഴം അറിയൽ. ഞാൻ കുട്ടിക്കാലം മുതലേ വെള്ളമില്ലാതെ കുറേ താമസ സ്ഥലത്തൊന്നും വെള്ളമൊന്നും ഇല്ലായിരുന്നു, കിണറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഓസ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓസിൽ കൂടെ ഇങ്ങനെ ബാത്റൂമിലേക്കൊക്കെ വെള്ളം നിറയ്ക്കാം. ഇതിപ്പോൾ അകത്ത് തിരുമ്പാൻ വേണ്ടിയിട്ട് ഓസ് ഇട്ടതാണ്. അപ്പോൾ കക്കൂസൊക്കെ കണ്ടില്ലേ, ഡോറൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും പൈസ കിട്ടിയിട്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് പൈസ ഇടാകുമ്പോൾ ഇൻഷാ അല്ലാ ചെയ്ത് കൊടുക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ബൾബൊന്നും ഇല്ല കേട്ടോ, അതൊന്നും കത്തുന്നില്ല. അപ്പോൾ അതും ഇനി വയറിങ്ങാനും വിളിച്ച് ശരിയാക്കാനുണ്ട്. അടുക്കള മൊത്തം ഇരുട്ടാണ്. അപ്പോൾ വയറിങ് ശരിയാവുന്നത് വരെ ഇവർക്കൊരു ഈ ഒരു ട്യൂബ് വാങ്ങിക്കൊടുത്താൽ, ട്യൂബ് എന്നല്ലേ പറയുക, ഇതാകുമ്പോൾ ടാങ്കിൻ്റെ അവിടെയും വെളിച്ചമുണ്ടാവും, അടുക്കളയ്ക്കും വെളിച്ചമുണ്ടാവും. അടുക്കള എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ശരിക്കും റൂമെന്ന് തന്നെ പറയാം. സ്ലാബും കാര്യങ്ങളും ഒന്നുമില്ല, റൂമിലിങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ജനലിന് പൊളിയൊന്നുമില്ല. അപ്പം അങ്ങനെ കുറേത് എളാമ വീട്ടുപണി എടുത്തിട്ട് കിട്ടുന്നതെന്നല്ലേ ചിലവൊക്കെ. എളാമ വീട്ടുപണി എടുത്തു കഴിഞ്ഞാൽ ചെറിയ പൈസ ഒക്കെ അല്ലേ കിട്ടുന്നത്. എല്ലാം പാടൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ
പിന്നെ ഈ കാലിൻ്റെ താഴത്ത് 4 ബക്കറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതതിൽ മുട്ടി വെക്കണം, കോൺക്രീറ്റ് മേൽ അങ്ങനെ ചെയ്യണം. അതൊരു സേഫ്റ്റിയാണ്, സാധനം പോവാണ്ടിരിക്കാനൊക്കെ. 4 കാലുമ കോൺക്രീറ്റ് ചെയ്യാണ്ട് പിന്നെ പെയിൻ്റ് അടിക്കാണ്ട്. ഇൻഷാ അല്ലാ പൈസ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാ ചെയ്യണം. അപ്പം ഞാനിതൊക്കെ പുറത്ത് പറയണത് ഞങ്ങളുടെ ചാനൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ പറയുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചാനലുള്ളത്. അപ്പോൾ ഇത് ആർക്കും ഒരു ദോഷമില്ല. പിന്നെ ഞാനിപ്പോൾ ഈ അവസ്ഥകളൊക്കെ കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എളാമക്കൊരു ഹെൽപ്പാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ട് പാടിയിട്ടൊക്കെ കിട്ടണ്ടേ, മാസമൊക്കെ എന്തെങ്കിലും കിട്ടിയാലല്ലേ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും പാട്ട് പാടി കിട്ടുന്ന സമയത്താണെങ്കിലും പറ്റാവുന്നിടത്തോളം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ വീട്ടിലുണ്ട് അത്യാവശ്യം കുറച്ച് പണികൾ. ഇൻഷാ അല്ലാ അതൊക്കെ ചെയ്യണം. ജനലൊക്കെ പൊട്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും വിടുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഇതും വിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് പറയും. അത് ചെയ്തതിന് കണക്കോ അതൊന്നല്ല പറയണത്. യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ആരുടെയെങ്കിലും സന്മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് എളാമക്ക് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എളാമ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമല്ല കേട്ടോ. എന്നാലും നമുക്ക് ഇവരുടെ അവസ്ഥ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്നെങ്കിൽ നമുക്ക് കൂലി കിട്ടൂലേ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാ വേറെ വീഡിയോസായിട്ട് വരാം. അസ്സലാമു അലൈക്കും.